ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗണ്ട് ഓഡിയോസ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ആംപ്ലിഫയറിന്റെ വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ മുന്നിലത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു ആംപ്ലിഫയർ തന്നെയാണ് ഇത്. നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത് വിബീഷ് ബ്രോയാണ്, പാലക്കാട് നിന്ന്. ഓർഡർ വന്നിട്ട് ഏകദേശം ഒരു 8 മാസത്തോളമായി എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേറെ ആംപ്ലിഫയർ ഉണ്ടായിരുന്നു, അപ്പോൾ തിരക്ക് കൂട്ടിയിട്ടില്ല. ഇപ്പോൾ ആംപ്ലിഫയർ ഫ്രണ്ടിൽ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ 1-2 മാസമായിട്ട് എന്നോട് ചോദിക്കുന്നു എന്തായി. അപ്പോൾ നമ്മളത് നേരത്തെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഏകദേശം ഒരു 1-1.5-2 ആഴ്ച മുമ്പ് ഞാൻ അയാൾ കൊടുക്കാനായിട്ട് കംപ്ലീറ്റ് ചെയ്ത ആംപ്ലിഫയർ ആയിരുന്നു. പക്ഷേ സംഭവം പറ്റിപ്പോയെന്നാന്ന് വെച്ചാൽ അന്ന് ഞാൻ FT003 കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ FT003 കയറണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ കയറ്റിക്കോ ബ്രോ, ഡോൾബി കിട്ടൂലേ, അപ്പോൾ അത് നമ്മൾ കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ രണ്ടാമത് അത് മേടിക്കാനായിട്ട് പോകാൻ ഇച്ചിരി ഡിലേ, ഏകദേശം 1-1.5 ആഴ്ചയോളമായി. അപ്പോൾ ഈ സാധനം നമുക്കിന്ന് കൊറിയർ അയക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിത് സംഭവം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോകും. അതിന് മുമ്പ് തന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, പലരും വീഡിയോയിൽ വന്നിട്ട് പ്രൈസ് എന്ന് പറഞ്ഞ് ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുവിധം എല്ലാത്തിനും ഞാൻ പ്രൈസ് പറയാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ പ്രൈസ് പറയാത്തതിൻ്റെ കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഇപ്പം ഞാൻ ഈ ഒരു ആംപ്ലിഫയർ കൊടുക്കുന്ന റേറ്റിലായിരിക്കില്ല പലരും ഈ ആംപ്ലിഫയർ കൊടുക്കുന്നത്. ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്, അപ്പോൾ ഒരുപാട് പേര് ജീവിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നേക്കാളും കൂടി കൊടുക്കണവരുണ്ട്, എന്നേക്കാളും കുറഞ്ഞു കൊടുക്കണവരുണ്ട്. അപ്പം ആവശ്യമുള്ളവർ എന്നോട് ഒരുപാട് പേര് വാട്സപ്പ് വഴി അല്ലാതെയൊക്കെ വിളിച്ചൊക്കെ റേറ്റ് ചോദിക്കും. പല പല മോഡൽസിൻ്റെ റേറ്റ് ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. തിരക്കാണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാറുള്ളൂ. അല്ലാത്തവരോടൊക്കെ നന്നായിട്ട് വിളിച്ചവർക്കൊക്കെ അറിയാം, നന്നായിട്ട് ഞാൻ സംസാരിക്കാനൊരു കൂട്ടത്തിലാണ്, സംസാരിച്ച കാര്യങ്ങൾ പറയാറുമുണ്ട്. അപ്പോൾ പ്രൈസ് ചോദിക്കുന്ന ആളുകൾ ഈ വീഡിയോയുടെ ആദ്യം ഉൾപ്പെടുത്തേണ്ട കാര്യം വെച്ചാൽ, എല്ലാവരും വീഡിയോ മൊത്തം കാണത്തില്ല, എല്ലാവരും സ്കിപ്പ് ചെയ്യും. ഞാൻ മിക്ക വീഡിയോയിലും പ്രൈസ് പറയണ്ട, പക്ഷെ എന്നാലും അടി വന്ന് കമൻറ്റ് ചെയ്യണ ആശാന്മാരുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പം ഞാൻ 10,000 രൂപയ്ക്ക് കൊടുക്കുവാണെങ്കിൽ ഒരാൾ ചിലപ്പോൾ 12,000 രൂപയ്ക്ക് കൊടുക്കുന്ന ആളുണ്ടാവും, 8,000 രൂപയ്ക്ക് കൊടുക്കുന്ന ആളുണ്ടാവും. ഇത് മൂന്ന് ടൈപ്പായിരിക്കും. മൂന്ന് ടൈപ്പ് എന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, 3 പേരുടെ വർക്ക് എഫേർട്ട് വ്യത്യാസമുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൽ എഫേർട്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ ട്രാൻസ്ഫോമർ ഓൺ വൈൻഡിങ് ആണ്, നമ്മുടെ വൈൻഡിങ് ആണ്. ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മുടെ ഓൺ മൈക്കാണ്. ഈ 5 ചാനൽ ബോർഡ് നമ്മുടെ ഓൺ മൈക്കാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓൺ മൈക്കുകൾ വരുമ്പോൾ വർക്ക് എനിക്ക് കൂടുതലാണ്. നോർമലി ഒരു ടെക്നീഷ്യൻ അപേക്ഷിച്ചിട്ട് അവർ പോകുന്നു, ബോർഡുകൾ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഫിക്സ് ചെയ്ത് അസംബിൾ ചെയ്യുന്നു. അത് വേറൊരു ടെക്നീഷ്യൻ അസംബിൾ ചെയ്ത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ബോർഡുകൾ വെച്ച് അസംബിൾ ചെയ്തെടുക്കുന്നു. അവർക്ക് എഫേർട്ട് കുറവാണ്. അതുപോലെ തന്നെ അത് പ്രൈസ് കൂടിയ ബോർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, പ്രൈസ് കുറഞ്ഞ ബോർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേ മാർജിനിൽ തരാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ കാണുക. പിന്നെ പവറുകളെ കുറിച്ച് പറയുമ്പോൾ പലരും പല വീഡിയോയിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിസ്സാര 200 വാട്ട്സ് വരുന്ന ബോർഡുകൾക്ക് 300-400 വാട്ട്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മളോട് ചോദിക്കും, നമ്മൾ ആക്ച്വലി RMS ആ ബോർഡിന് എത്രത്തോളം തരാൻ പറ്റുന്നു ആ RMS പറയുന്നുള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ പറയുന്നില്ല. അത് ആക്ച്വലി ജെന്യുവൻ ആയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നല്ല CRO ഓസിലോസ്കോപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷണ്ട് റെസിസ്റ്റൻസ് ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് മെഷർ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ 300 വാട്ട്സ് എന്ന് പറയുന്ന ബോർഡ് 250 മുതൽ 300-320 വാട്ട്സ് വരെ RMS ഫോറംസിൽ തരാനുള്ള ശേഷിയുള്ള ബോർഡുകളാണ്. അപ്പോൾ അതുപോലെ 200 വാട്ട്സ് എന്ന് പറയുന്ന ബോർഡ് അതിന് മാക്സിമം 150 മുതൽ 200-220 വാട്ട്സ് വരെയൊക്കെ തരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇതാണ്, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ട്രാൻസിസ്റ്റർ ഹീറ്റ് ആകുമ്പോഴത്തേക്ക് ലോസസ് കാരണം കുറച്ച് എഫിഷ്യൻസി നഷ്ടപ്പെട്ടു പോകും. ആ ഒരു സമയം കൂടെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു മീഡിയം ആവറേജ് ലെവലിലുള്ള പവറാണ് പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ 5 ചാനൽ ബോർഡ് നമ്മൾ 100 വാട്ട്സ് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് 100 വാട്ട്സ് RMS ഒരു ബോർഡിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. അതൊരു 80 വാട്ട്സ് 70 വാട്ട്സ് ഒക്കെയാണ് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഓഡിയോ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ ഒരു ഡിസ്റ്റർബൻസ്ഡ് ഓഡിയോ ആയിരിക്കും. അത്രയും നമ്മൾ ഗെയിൻ ചെയ്യണനുസരിച്ച് ഡിസ്റ്റർബൻസ് വരും. അല്ലെങ്കിൽ അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ആയിരിക്കും. അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ ഈ 5 ചാനൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡുകൾ വളരെ കോമ്പാക്റ്റ് ആക്കി വെക്കണം. 5 ചാനൽ 5 അല്ലെങ്കിൽ 5 ചാനൽ ആംപ്ലിഫയർ മാത്രമായിട്ട് ചെയ്തിട്ട് സബ് ഊഫർ സ്റ്റേജ് ഒക്കെ വേറെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പം നമ്മൾ സ്റ്റീരിയോയിൽ ചെയ്യുന്ന ബോർഡുകൾ അങ്ങനെയൊക്കെ ഉള്ള ബോർഡുകളും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ഓർത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ബേസിക് 2.1 5.1 പാക്കേജുകളുടെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പലരും. അപ്പം ഞാൻ 5.1 സ്റ്റാർട്ടിങ് വരുന്നത് എൻ്റെ 10,000 ആണ്, 10,000 രൂപ. അതിൽ ഒരു 25 വാട്ട് പെർ ചാനൽ നിങ്ങൾക്ക് 7265 IC വെച്ച് 25 വാട്ട് പെർ ചാനൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ 4 മോസ്ഫെറ്റോ അല്ലെങ്കിൽ 4 ട്രാൻസിസ്റ്ററോ വെച്ചിട്ടുള്ള ഒരു 150-200 വാട്ട്സ് മാക്സിമം തരാൻ ശേഷിയുള്ള ബോർഡ്. പക്ഷേ അതിന് അത്രയും തരാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് റേറ്റിംഗ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കേജ്, അങ്ങനത്തെ ഒരു ആംപ്ലിഫയറിന് ഏകദേശം 10,000 രൂപ റിമോട്ട് കിറ്റ് വെച്ച് വരുന്ന ഒരു ആംപ്ലിഫയറിന് 10,000 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. അതുപോലെ 2.1 ഒരു 50 + 50 വാട്ട്സും
അതുപോലെ തന്നെ അതിനകത്ത് ഒരു 150 മുതൽ 200 വാട്ട്സ് വരെ ഈ പറഞ്ഞ പോലെ തന്നെ ശേഷിയുള്ള ഒരു ബോർഡ് നമ്മൾ അതിൻ്റെ സ്യൂട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു ആംപ്ലിഫയർ 2.1 വരുന്നതിൻ്റെ ചാർജ് 8000 രൂപയാണ്. പലരും നമ്മുടെ റേറ്റ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മുതൽ നമ്മൾ മേലിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ താഴെയുള്ള പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. 5000 സെഗ്മെൻറ്റിൽ സ്റ്റീരിയോ ആംപ്ലിഫയറും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പലരും വിളിച്ച് വെക്കേണ്ട. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും എല്ലാവർക്കും ക്ലിയർ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ നമുക്ക് ഇനി ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. ഈ ആംപ്ലിഫയർ നമ്മൾ സാധാരണ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇതേ ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മാറ്റി ഗ്ലോസി ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേവലിംഗ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് എൻകോഡർ കൊടുത്തിട്ടുണ്ട്. 5.1 ഡിജിറ്റൽ ആംപ്ലിഫയർ എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ SW500 എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇത് പാനലിൽ ഒരു ചേഞ്ച് പറ്റിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 800 ആണ്, SW800 ആണ് വരുന്നത്. പക്ഷേ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. SW500 എന്നാണ് ഈ പാനലിൽ വന്നിരിക്കുന്നത്. പിന്നെ സബിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട്, പവറിൻ്റെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിലുള്ളൂ. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഈ വ്യൂമീറ്ററോ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ആംപ്ലിഫയർ ആണിത്. ഇങ്ങനെ ഡിടെക്കിൻ്റെ റിമോട്ട് കിറ്റാണ്, അതുകൊണ്ട് ഡിടെക് എന്നുള്ള ആ ഒരു ഇതാണ് വരുന്നത്. ബ്ലൂടൂത്തിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റേണൽ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റേർണൽ വ്യൂ വരുന്നത്. ഓൾമോസ്റ്റ് ടോപ്പിൽ നിന്നുള്ള വ്യൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് നമ്മൾ പതിവ് പോലെ നമ്മുടെ ആംപ്ലിഫയേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിലൊന്നും യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഈ ഒരു ആംപ്ലിഫയർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 3 days വർക്കുണ്ട്. 3 ദിവസത്തെ ഒരു വർക്ക് ചെയ്താലാണ് എനിക്ക് ഒരു ഏകദേശം ഒരു 1 day അടുത്ത് വേണം. ഹാൻഡ് വൈൻഡിങ് ട്രാൻസ്ഫോമറാണ് ഇത്. മെഷീൻ വൈൻഡഡ് ട്രാൻസ്ഫോമർ അല്ല, ഹാൻഡ് വൈൻഡഡ് ട്രാൻസ്ഫോമർ. ഹാൻഡ് വൈൻഡഡ് ആയിട്ട് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് അറിയാം, ലെയർ ബൈ ലെയർ ആയിട്ട് വൈൻഡ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, എത്ര സമയം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നും. ഈ ഒരു ട്രാൻസ്ഫോമറിൽ തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ, സബ് വൂഫറിന് വേണ്ടിയിട്ട് നമ്മൾ 42042ൽ 10 ആംപിയറിൻ്റെ ടാപ്പിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് 27027ലെ 8 ആംപിയറിൻ്റെ ടാപ്പിംഗ് ആണ് നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 12012 2 ആംപിയറിൻ്റെ 2 ടാപ്പിംഗ് ഉണ്ട്. അതുപോലെ 12012 1 ആംപിയറിൻ്റെ ഒരു ടാപ്പിംഗ് ഉണ്ട്. ഈ 1 ആംപിയറിൻ്റെ ടാപ്പിംഗ് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ടും 2 ആംപിയറിൻ്റെ 2 ടാപ്പിംഗ് വന്നിരിക്കുന്നത് നമ്മുടെ റിമോട്ട് കിറ്റുകൾക്ക് വേണ്ടിയിട്ടുമാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനും സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ വൈൻഡിങ്സ് എടുത്തേക്കാണ്. പിന്നെ അടുത്തത് നമ്മുടെ പവർ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 15000 MFD 63 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററും 3510 സെമിക്കോണ്ട ഒരു മെറ്റൽ ഡയോഡും നമ്മൾ യൂസ് ചെയ്ത് സബ് വൂഫറിന് വേണ്ടി നമ്മൾ ലൈൻ എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് 10000 MFDയുടെ 4 കപ്പാസിറ്റർ വേണമെങ്കിലും വയ്ക്കാം, 15000 MFDയുടെ 2 കപ്പാസിറ്റർ വേണമെങ്കിലും വയ്ക്കാം. കപ്പാസിറ്റർ എണ്ണം കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇത്തിരി കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ വെക്കുവാണെങ്കിൽ ഇത്തിരി നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് ഇതിൻ്റെ സ്പേസിങ് കാര്യങ്ങളും വളരെ കുറവായതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ 15000 MFD, അതായത് അതിൻ്റെ മൈക്രോഫാരഡ് വാല്യൂ കൂട്ടിയിട്ട് സിംഗിൾ കപ്പാസിറ്ററിലേക്ക് മാറ്റണത്. അടുത്തത് ചാനലിൽ വരുന്നത് 10000 MFD 63 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററും 3510ൻ്റെ ഒരു മെറ്റൽ ഡയോഡും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്കും 4007ൻ്റെ 2 ഡയോഡും അതുപോലെ തന്നെ 2200 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററും വെച്ചിട്ട് അതുപോലെ തന്നെ 2 സൈഡിലും ഇതിൽ 1.5 ആംപിയറിൻ്റെ 2 ഡയോഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 1 ആംപിയറിൻ്റെ 2 ഡയോഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ റിമോട്ട് കിറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ FT003 ഡീകോഡറിന് വേണ്ടിയിട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള മഹാരാജയുടെ 1200 എന്ന് പറയുന്ന തണ്ടർ മോണോ സീരീസ് 6 ട്രാൻസിസ്റ്റർ തണ്ടർ മോണോ സീരീസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വരുന്നത് ഏകദേശം 250 മുതൽ 320 വാട്ട്സ് വരെ മാക്സിമം നമുക്ക് ഇതിൻ്റെ അകത്ത് RMS ഔട്ട്പുട്ട് കിട്ടാം. പക്ഷേ ഒരു 250-260 വാട്ട്സ് ഒക്കെയാണ് നമുക്ക് ഡിസ്റ്റോർഷൻ ലെവൽ കട്ട് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പവർ. 300 വാട്ട്സ് കിട്ടും എങ്കിലും ഡിസ്റ്റോർഷൻ വരും. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് 5 ചാനൽ ബോർഡാണ്. 5 ചാനൽ നമ്മുടെ തന്നെ സൗണ്ട് വേവ്സിൻ്റെ സ്വന്തം ബോർഡാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന NJW സീരീസിലെ ഓൺ സെമി കണ്ടക്ടേഴ്സിൻ്റെ അവർ പ്രൊഡക്ഷൻ നടത്തുന്ന NJW സീരീസിലുള്ള 0281ഉം 0302 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. ഇത്രയും കൂടെ വോയിസ് ക്ലാരിറ്റി കൂടുതലുള്ള ട്രാൻസിസ്റ്ററാണ്
നമ്മൾ ഇതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് 52001943 അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ NJW 0281 അല്ലെങ്കിൽ 0302 52001943 51981941 ഇതിൽ ഏത് പേഴ്സ് വേണമെങ്കിലും നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കണ NJW സീരീസാണ്. പിന്നെ അടുത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമോട്ട് കിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ DTech ഓഡിയോസിൻ്റെ റിമോട്ട് കിറ്റാണ്. ദൃശ്യ ഓഡിയോടെക് ട്രിവാൻഡ്രം അവരുടെ റിമോട്ട് കിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല നീറ്റ് വോയിസ് ഉള്ള റിമോട്ട് കിറ്റാണ്. ഏകദേശം ഒരു 40-45 വരെയൊക്കെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും പവറിൽ നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട്. 45 മേളിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു ഡിസ്റ്റർബൻസ് നോയ്സ് വരും. ഡിസ്റ്റർബൻസ് നോയ്സിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു 70-80 വാട്ട്സിൻ്റെ മേളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ കട്ട് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ പൊട്ടൻഷ്യോമീറ്റേഴ്സ്, അതായത് അഡ്ജസ്റ്റബിൾ റെസിസ്റ്റൻസ്, അതായത് വേരിയബിൾ റെസിസ്റ്റൻസ് മീൻസ് പ്രീസെറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കട്ട് ഓഫ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അടുത്ത് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ FT003യുടെ മിനി ഡീകോഡറാണ് വന്നത്. FT003ക്ക് മിനി ഡീകോഡർ വരുമ്പോൾ പലരും 1 ആമ്പിയറൊക്കെ കൊടുക്കണം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും 1 ആമ്പിയർ ഒന്നും കൊടുക്കരുത്. ചില ആംപ്ലിഫയേഴ്സ് അടിക്കുമ്പോൾ ചിരി വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് FT003ക്ക് വേണ്ടിയിട്ട് ഒരു SMPS, അതുപോലെ റിമോട്ട് കിറ്റിന് വേണ്ടിയിട്ട് ഒരു SMPS, പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേറെ ചെറിയ ട്രാൻസ്ഫോമർ, ആംപ്ലിഫയർ സ്റ്റേജിന് വേണ്ടി ഇങ്ങനെ 4-5 ട്രാൻസ്ഫോമറുകൾ വെച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൊത്തം നോയ്സ് ആയിരിക്കും. ആ ആംപ്ലിഫയർ ഡെഡ് സൈലൻ്റ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ ആംപ്ലിഫയറിന് ഉണ്ടാവില്ല, മൊത്തം നോയ്സ് ആയിരിക്കും. പിന്നെ അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FT003യുടെ കണക്ഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല. അതിൻ്റെ അകത്ത് വരുന്ന കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ 5.1 ഇൻപുട്ട്, അനലോഗ് ഇൻപുട്ട് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കൊടുക്കുക. അതുപോലെ തന്നെ സപ്ലൈ കറക്റ്റായിട്ട് +or- നോക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് +or- 15 വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ ഓട്ടോ ആയിട്ട് ഈ നമ്മൾ ബക്ക് കൺവെർട്ടറിൽ വരുന്ന പോലെ തന്നെ സർക്യൂട്ട് ഇതിൻ്റെ അകത്ത് റെഗുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 12 മുതൽ 15 വരെ വേണമെങ്കിൽ കൊടുക്കാം. 12 വോൾട്ട് ആയിരിക്കും എപ്പോഴും സേഫ്. അത് നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെങ്കിൽ ഇതിൻ്റെ 470 വോൾട്ട് 470 മൈക്രോഫാരഡ് 35 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് അവരെ ഇൻപുട്ട് സ്റ്റേജിൽ അവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോ റെഗുലേറ്റഡ് ആണ്. ഇതേലും നമുക്ക് 15 വോൾട്ട് വരെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ 12 വോൾട്ടാണ് സേഫ്. കാരണം ഇത് റെഗുലേഷനൈസ് വെച്ചിട്ടാണ് വരുന്നത്. ഞാൻ ഈ ഒരു ഇത്തിരി വോൾട്ടേജ് ഇപ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിച്ചാൽ കാണാം, ബക്ക് കൺവെർട്ടറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് വൈൻഡിങ്ങിൽ 12 ഞാൻ ഏകദേശം AC-യിൽ 2 ആമ്പിയറിൽ വൈൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം 14-15 അടുത്ത് കിട്ടും. അതായത് ഒരു 14 വോൾട്ടേജോളം കിട്ടും. അതാണ് ഞാൻ ഡയറക്റ്റായിട്ട് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി വോൾട്ടേജ് കുറഞ്ഞ അവസരത്തിൽ അവർക്കൊരു 10 to 12 വോൾട്ടിന് ഇടയ്ക്ക് ഇതുകൾക്ക് കിട്ടും. അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ റൺ ചെയ്യും. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതും നമ്മുടെ തന്നെ ബോർഡാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ. അത് തന്നെ അതിൽ നിന്നിൻ്റെ സപ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് RMC കണക്ടറൊക്കെ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ സോൾഡറിങ് ആണ്. ഇത് RMC കണക്ടറൊക്കെ വെച്ചിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഫാൻ്റെ ലൈനും എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റ് വയറിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം സ്ലീവ് ഇട്ട് അത്യാവശ്യം നീറ്റാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കശപിശാന്നൊന്നും ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ ഞാൻ അണ്ടർബോർഡ് വയറിങ്ങിനെ കുറിച്ചും പറയണമെന്ന് ഓർക്കുന്നുണ്ട്. ഈ അണ്ടർബോർഡ് വയറിങ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു ബോർഡ് സർവീസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് ക്ലോസ് ആയിട്ടിരിക്കുന്ന 2-3 ബോർഡുകൾ ഇളക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അണ്ടർബോർഡ് വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് സർവീസ് ചെയ്യണമെങ്കിൽ ഈ സ്ക്രൂ അടച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കമത്തി വെച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് സർവീസ് ചെയ്യാം. അപ്പോൾ അണ്ടർബോർഡ് വയറിങ് അത്രത്തോളം ചെയ്യുന്നവർ സ്വന്തമായിട്ട് ചെയ്യുന്നവർ ചെയ്യാതിരിക്കുക. കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം ബോർഡിൻ്റെ എല്ലാ ബോർഡുകളെല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്ന അതിൻ്റെ അടിയിൽ കൂടെ വയറുകൾ പോകുന്നു. അപ്പോൾ അകം കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ ഒരു ഫെയിലിയർ വന്നാൽ ഭയങ്കര പണിയായിരിക്കും അത് പണിയാനായിട്ട്. അതുപോലെ തന്നെ ഈ ബോർഡിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ലീഡ്സൊക്കെ പോകുമ്പോഴത്തേക്കും അത് പല പല നോയ്സുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ആംപ്ലിഫയറിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ നമുക്കിതിൻ്റെ ഒരു വോയിസ് നോട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മുടെ 10 ഇഞ്ച് 3-way ഡൂഗി സൗണ്ട്സിൻ്റെ 3-way ബോക്സസിലാണ്. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ഒരു ട്രാക്ക് ഞാനൊന്ന് പ്ലേ ചെയ്യാം, അതൊന്ന് കേട്ട് നോക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആംപ്ലിഫയറുകളുടെ വിശേഷവും പൊതുവിശേഷങ്ങളും എല്ലാം. അപ്പോൾ പിന്നെ നമുക്ക് ആംപ്ലിഫയറിൽ നിന്നൊരു വെറൈറ്റി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിനകത്ത് സബ് വൂഫർ ഫിൽറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ഈ റിമോട്ട് കിറ്റിൻ്റെ അകത്ത് ബിൽറ്റിൻ ആയിട്ട് അഡീഷണൽ സബ് വൂഫർ ഫിൽറ്റർ അവർ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഗെയിനിലുള്ള ബേസ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് സബ് വൂഫറിന് വേണ്ടിയിട്ട് ലീഡ് എടുത്ത് ഞാൻ ഇതിൻ്റെ എഡിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇൻ കേസ് സബ് വൂഫർ ഫിൽറ്റർ ആഡ് ചെയ്യണം എന്നാണെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ആംപ്ലിഫയേഴ്സ് വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. റേറ്റുകൾ കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചാൽ പറയാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. പല പവറിനും പല റേറ്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏകദേശം 10 രൂപ മുതലാണ് 5.1 ആംപ്ലിഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസത്തെ എഫേർട്ട് എടുത്താണ് ഈ ഇങ്ങനെ സിസ്റ്റങ്ങൾ തീർക്കുന്നത്. പിന്നെ സമയം തരണം, ഒരുപാട് വർക്കുകളുണ്ട്. എനിക്ക് മെയിൻലി ഒരു കാര്യം പറയട്ടെ, എനിക്ക് വേറെ ആളെ ലേബർ ആക്കി നിർത്തിക്കൂടാ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ മക്കളെ വിശ്വസിച്ച് നമുക്ക് പൈസ തരുന്നവർക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ബെറ്റർ ആണെന്നോ നമ്മൾ 100% ഓക്കെ ആണെന്നോ ഓർത്തിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ആംപ്ലിഫയേഴ്സ് കാര്യങ്ങൾ, ഇങ്ങനെ സ്പീക്കർ ബോക്സസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഏകദേശം 1 month to 2 monthോളം ടൈം നമുക്ക് വേണ്ടി വരും ചെയ്തു തരാനായിട്ട്. വർക്കുകളുണ്ട്, ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ടാറ്റാ ബൈ ബൈ.